നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. പാറശാല ഷാരോൺ വധക്കേസിൽ വിധി വന്നു. ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി. അമ്മാവനും കുറ്റക്കാരൻ. സംശയത്തിന്റെ ആനുകൂല്യം നൽകി അമ്മയെ വെറുതെ വിട്ടു. വിധി കേട്ട് പൊട്ടിക്കരഞ്ഞ് ഷാരോണിന്റെ കുടുംബം. അമ്മയെ വെറുതെ വിട്ടത് ശരിയല്ലെന്നും അപ്പീൽ നൽകുമെന്നും കുടുംബം വ്യക്തമാക്കി. സർക്കാർ നടപടി സ്റ്റേ ചെയ്തു കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. തദ്ദേശ ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി ബി അശോകനെ നിയമിച്ച നടപടിയാണ് സ്റ്റേ ചെയ്തത്. സ്ഥാനമാറ്റത്തിനെതിരെ ബി അശോക് നൽകിയ ഹർജിയിലാണ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. ഇടുക്കിയിൽ കുറുവ സംഘങ്ങൾ പിടിയിലായി. സഹോദരങ്ങളായ കറുപ്പയ്യ, നാഗരാജ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. 2021 ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് ഇവരാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ തമിഴ്നാട് പോലീസ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഉമാ തോമസിനെ സന്ദർശിച്ച മുഖ്യമന്ത്രി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാണ് മുഖ്യമന്ത്രി ഉമാ തോമസിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയത്. മികച്ച ചികിത്സ ലഭ്യമാക്കിയതിന് ഉമാ തോമസ് മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞു. ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ഇന്ന് ആശുപത്രി മുറിക്കുള്ളിൽ ഡോക്ടറുടെ കൈപിടിച്ച് ചിരിച്ചുകൊണ്ടാണ് ഉമാ തോമസ് നടന്നത്. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ സഹായം നൽകാൻ ജയിൽ DGP അജയ്കുമാർ വഴിവിട്ട നീക്കം നടത്തിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. DGP ബോബിയെ കാണാൻ ജയിലിലേക്ക് എത്തുകയായിരുന്നു. DGPക്ക് ഒപ്പമുണ്ടായിരുന്നത് തൃശൂരിലെ പവർ ബ്രോക്കറാണ്. സൂപ്രണ്ടിന്റെ ടോയ്ലറ്റ് ഉൾപ്പെടെ ബോബിക്ക് ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നാളെയും മറ്റന്നാളും ട്രെയിൻ ഗതാഗത നിയന്ത്രണം. 6 വണ്ടികളാണ് റദ്ദാക്കിയത്. ചില സർവീസുകൾ വെട്ടിച്ചുരുക്കി. ഒല്ലൂർ സ്റ്റേഷനിലും പുതുക്കാട് സ്റ്റേഷനിലും റെയിൽവേ ട്രാക്ക് നവീകരണം നടത്തുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തലശ്ശേരിയിൽ ആംബുലൻസിന് പോകാൻ അനുവദിക്കാതെ അരമണിക്കൂറോളം വഴി തടഞ്ഞു കാർ. അടിയന്തര ചികിത്സ ലഭിക്കാതെ 61കാരി മരണപ്പെട്ടു. ഹൃദയാഘാതത്തെ തുടർന്ന് അടിയന്തര ചികിത്സ നൽകാനായി രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു സൈഡ് നൽകാതെ ആംബുലൻസിന് വഴിമുടക്കിയത്. കാർ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ചീരക്കറിയിൽ വിഷം കലർത്തി വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. പാലക്കാട് കരിമ്പുഴയിലെ 71 വയസ്സുള്ള നബീസിയാണ് കൊലപ്പെടുത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് പേരക്കുട്ടിയും ഭാര്യയുമാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക പുറത്തിറക്കി BJP. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ, 500 രൂപയ്ക്ക് LPG സിലിണ്ടറുകൾ, മുതിർന്ന പൗരന്മാർക്ക് 2500 രൂപ പെൻഷൻ. BJP പ്രസിഡന്റ് JP നദ്ദയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. സെയ്ഫ് അലി ഖാനെ കുത്തിയ കേസിൽ ഒരാൾ പിടിയിൽ. ബാന്ദ്ര പോലീസ് സ്റ്റേഷനിലെത്തിയ ആളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എന്നാൽ ഇയാളാണ് പ്രതിയെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. സെയ്ഫിനെ കുത്തിയയാളെ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്.